നമ്മൾ മലയാളികളുടെ വികാരങ്ങളിലൊന്നാണ് ബീഫ്. നല്ല ഡ്രൈ ആയി ഫ്രൈ ആക്കിയ ബീഫും 2 പൊറോട്ടയും ഒരു കട്ടൻ കാപ്പിയും അതിഷ്ടപ്പെടാത്ത മലയാളികൾ ചുരുക്കുക. നമുക്കിന്നൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. ബീഫ് ഫ്രൈക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയത്, ചുവന്നുള്ളി 250 ഗ്രാം, 1 കുടം വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും ചതച്ചത്, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ആദ്യം തന്നെ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിനകത്ത് വെള്ളം മൊത്തം കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ഒരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിനകത്തൊന്ന് കുറച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇത് നന്നായി ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം. ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു ഉരുളി എടുത്ത് സ്റ്റൗവിലേക്ക് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമാക്കി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കറിവേപ്പില കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറി നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഇല്ലെങ്കിൽ വേണമെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടിയൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇത് നന്നായി വെന്ത് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഉള്ളി നന്നായി വഴന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിനകത്ത് മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. മല്ലിപ്പൊടി ചേർക്കുന്നവരുണ്ട്, പക്ഷേ മല്ലിപ്പൊടി ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിന് ലോ ഫ്ലെയിമിൽ നന്നായി വേവിച്ചെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇതിന് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് നല്ല ചൂടുകട്ടിയുള്ള ചീനച്ചട്ടിയിലോ ഉരുളിയിലോ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇത് നന്നായിട്ട് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിനെയും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കും. അതുകൊണ്ട് കൈ എടുക്കാതെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ ബീഫ് ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.